നമസ്തേ എവരി വൺ. നമ്മൾ ഈ മെഡിറ്റേഷൻ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആകാനായിട്ട് പല ആൾക്കാർക്കും മെഡിറ്റേഷൻ ആദ്യം ഇഫക്റ്റീവ് അല്ലയെന്ന് വളരെ റെയറായിട്ട് പറയാറുള്ളൂ. ഞാൻ നേരിട്ടെടുക്കുന്ന മെഡിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ എങ്കിൽ പോലും മെഡിറ്റേഷൻ ഈ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ ചിന്തകളെ ഒരു മേഖലയിലേക്കായിട്ട് ഫോക്കസ് ചെയ്യാനും പിന്നെ നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലേക്കൊരു ഇൻഡ്യൂഷൻ പോലെ ഡയറക്ഷൻ കിട്ടി പോകാവുന്ന രീതിയിൽ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക, കാറിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് കാറിൽ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഗൂഗിൾ മാപ്പ് നമ്മൾ കറക്റ്റായിട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നതുപോലെ തന്നെ നമുക്ക് കൃത്യമായി എഴുതി തയ്യാറാക്കി മൈൽ സ്റ്റോണുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് മേജറായിട്ട് തടസ്സം നിൽക്കുന്നത് കാരണം ഈ കറക്റ്റ് നമുക്ക് ഈ മുന്നോട്ടുള്ള സിഗ്നൽസ് നമ്മളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS ബ്രെയിനിൽ കിട്ടാതെ വരുന്നതിന് ചില കാരണം വരുന്നത്. അതെ, 3 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പം 3 കാര്യങ്ങൾ ഞാനിത് പലപ്പോഴും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാകുമ്പോൾ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോയി ആദ്യം ഇരിക്കുന്നതിലാണ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നോർന്നിരിക്കുക എന്നുള്ളതാണ്. മണ്ഡലമുദ്ര എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പണ്ടിരുന്ന ആ ഒരു ഇതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെയല്ല നമ്മൾ അതിനൊരു NLP മെത്തേഡിലൊരു ആങ്കറിങ്ങും കൂടെ അതൊരു ട്രിഗറിങ് മെത്തേഡായിട്ടൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ബ്രീതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക, കണ്ണടച്ചേക്കാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്കൊന്നും അങ്ങോട്ട് ഇൻപുട്ട് വരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ശ്രദ്ധ മൈൻഡ്ഫുൾനെസ് ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബോഡി കാണുവാണ്. ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും 1 by 1 ആയിട്ട് കണ്ട് തല വരെ നിറകെ ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം കണ്ട് റിലാക്സ് ചെയ്യിച്ച് നമ്മൾ വന്നതിന് ശേഷം ബ്രെയിൻ വരെ റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെയാണ് നമുക്ക് പല ആൾക്കാർക്കും പറ്റാതെ പോകുന്ന സാധനം. നമുക്ക് 3 കാര്യം അപ്ലൈ ചെയ്യണം. 1 ഫോർഗീവ്നെസ്, 2 ഗ്രാറ്റിറ്റ്യൂഡ്, 3 അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം ആണെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ശക്തമായ ഒരു ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഹീലിംഗ് പ്രോഗ്രാം നമ്മൾ കൂടാതെ അപ്പോൾ അത് നമുക്ക് ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ ഹീലിംഗ് പ്രോഗ്രാമിനാണ് നമുക്ക് പാസ്റ്റിൽ വന്നിട്ടുള്ള ട്രോമകളും അതിൻ്റെ ഓർമ്മകളും അതിലേക്ക് നമ്മൾ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം വരുമ്പോൾ നമ്മൾ ട്രിഗർ ചെയ്ത് മനസ്സുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോയിട്ട് നമ്മുടെ ഫോക്കസ് മാറിപ്പോകും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈൻഡ് മാസ്റ്ററിയിൽ വളരെ ശക്തമായിട്ട് നമ്മളൊരു 2 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷനും ഹീലിംഗ് സെഷനും ഒന്നിച്ച് കമ്പൈൻഡായിട്ട് 2ാമത്തെ ദിവസം ഉച്ചയോടുകൂടി അത് മിക്കവാറും ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് നടക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ പല രാജ്യത്തുള്ള ആൾക്കാരൊക്കെ എൻ്റെ പ്രോഗ്രാം ഓൺലൈൻ ബൈ ചെയ്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേങ്കിൽ അത് എൻ്റെ മുന്നിലിരുന്ന് അത് ചെയ്യാനായിട്ട് ഹീലിംഗ് ചെയ്യാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ശക്തമായ ഫോർഗീവ്നെസ്. അപ്പോൾ ഈ ഫോർഗീവ്നെസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ സംഭവിച്ചത് തൊട്ടുപുറകിലത്തെ ദിവസം ഇങ്ങനെ നമ്മൾ മൈൻഡിനെ ഓഡിറ്റ് ചെയ്ത് ജീവിതത്തിലെ ആദ്യകാല ഓർമ്മകൾ വരെയുള്ള സംഭവത്തിൽ ചെന്നിട്ട് നമ്മളെ ഏറ്റവും ഹർട്ട് ചെയ്തിട്ടുള്ളതോ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളതോ ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നിന്നു പോയിട്ടുള്ളതോ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മളെക്കുറിച്ചൊരു വില കിട്ടാതിരുന്നിട്ടുള്ള സമയം ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടെടുത്തിട്ട് ആ ഒരു സംഭവത്തിനകത്ത് വന്നിട്ടുള്ള ഈവൻ്റ് ഉണ്ട്, ഒരു സംഭവമുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഇമോഷനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ സംഭവത്തിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ കിടക്കും. അത് ആ ഇമോഷനെ കൂടുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇത് ട്രിഗറായി മാറുന്നത്. ഇത് രണ്ടും നമ്മൾ വേർതിരിക്കുന്ന ഒരു ഇത് ചെയ്യും. അപ്പം അവിടെ നമ്മൾ ഈ ആളറിയണ്ട ആരോടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്, അവർക്ക് അതിൻ്റെ സിഗ്നലോ അങ്ങോട്ട് പറയുകയോ ഒന്നും വേണ്ട. പക്ഷേ നമ്മളുടെ മനസ്സിൽ അയാളോട് അബ്സല്യൂട്ടായിട്ട് നമ്മൾ ഫോർഗീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജീസസ് പറഞ്ഞതും ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഫോർഗീവ് ചെയ്യുക. ഫോർഗീവ് ചെയ്തില്ലേ നമുക്ക് ഈ പ്രോഗ്രസ്സിനുള്ള സിഗ്നൽസ് കറക്റ്റായിട്ട് കിട്ടാതെ പോകും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ സിഗ്നൽ കിട്ടണമല്ലോ. സിഗ്നൽ കിട്ടാതായി ഇപ്പോൾ നമ്മളുടെ ബെനിഫിറ്റിനാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ബുദ്ധിസത്തിലൊരു സ്റ്റോറി പറയാറുണ്ട്.
അപ്പോൾ അവിടെ പിന്നെ ഒരു ഗുരു ശിഷ്യന്മാർക്ക് ഇങ്ങനെ കർശനമായ മെഡിറ്റേഷനും എല്ലാം കൊടുത്ത് മനസ്സിനെ ശുദ്ധി ചെയ്യുന്ന പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഈ ഗുരു പറഞ്ഞു, നിങ്ങളെല്ലാം ഒരു ഗണ്ണി ബാഗ്, നമ്മൾ ചാക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓരോ ചാക്ക് എടുത്തുകൊണ്ട് വന്നു. ആ മൂല കൂട്ടിയിട്ടിരിക്കുന്ന പൊട്ടേറ്റോസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് നിങ്ങളുടെ പുറകിലോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിട്ട് ഓരോ ദിവസവും വന്നിട്ട് ആ ആളിൻ്റെ പേര് പിന്നെ ഉരുളക്കിഴങ്ങിൽ എഴുതണം, പൊട്ടേറ്റോസിൽ എഴുതണം, എഴുതി ചാക്കിനകത്തോട്ടിടാൻ പറഞ്ഞു. പിന്നെ അവർ പോയി മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ മനസ്സിൽ വരുന്ന ഗ്രഡ്ജ് വരുന്നവരുടെയൊക്കെ പേര് ഇതിനകത്ത് എഴുതി അതിനകത്ത് ചാക്കിനകത്തിടും. അടുത്ത ദിവസം ചെയ്ത് അങ്ങനെ ഒരു 7 days ചാലഞ്ചാണ് കൊടുത്തത്. അപ്പം ഓർമ്മയിൽ വന്ന സാധനം എല്ലാം ഇതിനകത്തിട്ടു. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ മുകൾ ഭാഗം കെട്ടാൻ പറഞ്ഞു, കെട്ടീനി കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇവരോട് പോയി മെഡിറ്റേറ്റ് ചെയ്ത് അവർ എന്തുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയത്, അതിന് അവർക്കൊരു റീസൺ ഉണ്ടാകുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് അത്ര കാര്യങ്ങളും അറിയത്തില്ല, അവർക്ക് വിവരമില്ലായിരിക്കും, ഇല്ല അവർ തെറ്റായ പെർസെപ്ഷനും കൊണ്ടായിരിക്കും, അവരുടെ വാല്യൂ സിസ്റ്റം ആയിരിക്കാം, കർമ്മ പ്രവർത്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവരോട് ഫോർഗീവ് ചെയ്യാൻ പറ്റുമ്പോൾ ആ ഒരു പൊട്ടേറ്റോ എടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ അടുത്ത ആഴ്ച മുഴുവനും ഈ പറഞ്ഞ പോലെ ഫോർഗീവ് ചെയ്തിട്ട് ഓരോ പൊട്ടേറ്റോ എടുത്ത് കളയും. ചില ആൾക്കാർക്ക് അവരുടെ പേരൻസിനെ ഉപദ്രവിച്ചതും മറ്റു പല കാര്യങ്ങളൊന്നും ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിതെടുത്ത് കളയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ പോയി അടുത്ത മാസമായി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് എവിടെ പോയാലും ഈ ചാക്ക് ഇതിനകത്ത് കെട്ടി വെച്ചേക്കുന്ന ചാക്ക് കൊണ്ടുപോകണം. അപ്പോൾ ചില ആൾക്കാർ 1/4 ചാക്കേ ഉള്ളൂ, ചിലർക്ക് 1/2 ചാക്കുണ്ട്, ചിലർക്ക് 3/4 ചാക്കുണ്ട്. ഹെവി സാധനങ്ങളുമായിട്ട് വേണം ബെഡ്റൂമിൽ പോകാനാണെങ്കിലും ഉറങ്ങാൻ പോയാലും കുളിക്കാൻ പോയാലും എവിടെ പോയാലും ഇത് വേണം, ഒരു കൈ അതിലിരിക്കണം. അപ്പം ചില ആൾക്കാരുടെ ഇത് എടുത്ത് കളയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അഴുകാൻ തുടങ്ങി. അഴുകി നാറ്റം കൊണ്ട് ലൈഫ് വളരെ ദുരന്തമായി. ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ മാക്സിമം ശ്രമിച്ച് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഞങ്ങളെടുത്ത് കളയാനും പറ്റുന്നില്ല, ജീവിതം ഭയങ്കര ദുരന്തമായി. അപ്പോൾ ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കണം പറഞ്ഞ്. ഇതാണ് നിങ്ങളുടെ പുറത്തെ അവസ്ഥ, ഇത് തന്നെയാണ് അകത്തെ അവസ്ഥ. നിങ്ങളുടെ ജീവിതത്തിന് കറക്റ്റ് ഒരു ദർശനം കിട്ടാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ ഈ പറഞ്ഞ പലരോടും ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ്, അതിനു വേണ്ടിയില്ല അടുത്ത് വരാൻ പോകുന്ന ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന കാര്യങ്ങൾ, പോകുന്ന വഴിക്ക് വണ്ടിക്കാർ ഹോൺ അടിച്ചതോ നമുക്ക് തടസ്സം ഉണ്ടാക്കിയതോ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങളുള്ളപ്പോഴെല്ലാം ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ലെറ്റ് ഗോ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോട്ടെ, വിട്ടുകളയാം. അപ്പോൾ ഇങ്ങനെ ഫോർഗീവ് ചെയ്യുക മാത്രമല്ല, അന്ന് നമ്മൾ ദ്രോഹിച്ച ആൾക്കാർ അതുകൊണ്ട് നമുക്ക് ചില നേട്ടങ്ങളും കിട്ടുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ചില വഴിമാറി പോകാനിടയായതും ചില തിരിച്ചറിവ് വന്നതും പിന്നീടൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ഇവർ ഈ ദ്രോഹം ചെയ്തത് കൊണ്ടായിരിക്കാം നമുക്കൊരു പക്ഷേങ്കിൽ വലിയൊരു നേട്ടം ഉണ്ടായത്. അപ്പോൾ ആ കാര്യം കൊണ്ടൊക്കെ അവരോട് നമുക്ക് പിന്നെ നന്ദി തോന്നുന്നൊരു അവസ്ഥ എത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇവരോടുള്ള ഗ്രഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ ഇതൊരു സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ തോട്ടിനെ നേരെ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാതെ ഗോളിലേക്ക് മാത്രം, ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് ഗോൾ കിട്ടുന്നില്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ഈ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗോളിനെ ഇമ്പ്രൂവ് ചെയ്യാം. ബ്രിയാൻ ട്രേസിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ, ഞാൻ 5ാം ക്ലാസ്സിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും നമ്മൾ പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഗോൾ ഇമ്പ്രൂവ് ചെയ്യാം. ഞാനതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി നിങ്ങളുടെ ഗോൾ ഇമ്പ്രൂവ് ചെയ്യാം. എല്ലാ ദിവസവും മെഡിറ്റേഷന് മുമ്പ് ഗോൾ കാണണം, എഴുതി ഗോൾ വേണേൽ ഒട്ടിച്ച് വെക്കാം, ബുക്കിലാണ് അത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. അതിനകത്ത് നമുക്ക് ചില ഗൈഡൻസ് കിട്ടും. ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിൾ മാപ്പ് പോലെ നമുക്ക് ചില ഗൈഡൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഫോർഗീവ് ചെയ്യുക, വീണ്ടും ഫോർഗീവ് ചെയ്യുക. അപ്പോൾ ഈ ഫോർഗീവ് ചെയ്ത് ചില മാരക രോഗങ്ങളായിട്ടൊക്കെ ദേഹമൊക്കെ അഴുകി തുടങ്ങിയ കക്ഷികൾ പോലെ ക്ലാസ്സിൽ വന്നവർ, അപ്പോൾ അവർ സൗരയാണെങ്കിൽ പണ്ട് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഞാൻ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, ദേഹമൊക്കെ ഈ സ്കിന്നെല്ലാം എന്താണ് സോറിയാസിസ് പോലെ വന്ന് ശരീരം മുഴുവനും ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ സാരിയൊക്കെ വെച്ച് പുതച്ചോണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ പകയെക്കുറിച്ച് അത് അന്ന് ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ പക സൂക്ഷിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ ഈ ക്ലാസ്സിൽ വന്നിട്ട് ഞാനൊരു പിന്നെ 10-18 വർഷം മുമ്പൊക്കെ ഈ ക്ലാസ് കൊടുത്തിട്ട്
ആ ക്ലാസ് പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും അവരുമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട് ഫൊർഗീവ് ചെയ്തെടുത്തവർക്കൊരു വേറൊരു ഓർബിറ്റിലേക്ക് പോയിട്ടുണ്ട്. അതേസമയത്ത് ഈ ഫൊർഗീവ് ചെയ്യാതെ കൊണ്ടാടുന്ന ആൾക്കാർ ഇതൊരു നോളജ് മാത്രമായിട്ട് മൈൻഡ് പ്രോഗ്രാമിംഗ് ഒരു നോളജ് മാത്രമായിട്ട് എടുത്തവർക്ക് വലിയ മാറ്റം ഉണ്ടായി കാണത്തില്ല. ആ സമയത്ത് ഇതാണ് അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫൊർഗീവ് ചെയ്ത് അങ്ങനെയുള്ള കംപ്ലീറ്റ്ലി ലൈഫ് അങ്ങോട്ട് തെളിയും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളവുകളില്ലാത്ത റോഡ് പോലെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മളങ്ങ് പോയാൽ മാത്രം മതി, തടസ്സങ്ങൾ വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫൊർഗീവ് ചെയ്തതുകൊണ്ട് പിന്നെ റിലേഷൻഷിപ്പ് ബെറ്ററായി. ഇപ്പോൾ പിരിഞ്ഞു പോയതിന് ശേഷം റീയൂണിയൻ നടന്ന കേസുകളുണ്ട്. കടം കൊടുത്ത ക്യാഷ് തരാതെ അപ്പോൾ ഭയങ്കരമായി ദേഷ്യത്തിൽ പോയി. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ പോയത് പിന്നീട് ഫൊർഗീവ് ചെയ്ത് കാശ് തിരിച്ചു വരുന്നത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കാശ് വന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നെ കാശ് വരുന്നതായിട്ട് നമ്മൾ കണ്ട് ഫൈനലി മണി വിൽ കം. അപ്പോൾ ഇതിനെല്ലാം മണി വരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഫൊർഗീവ് ചെയ്യണം, മൈൻഡിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഫൊർഗീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫൊർഗീവിനെ കുറിച്ച് വേറൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുകൂടെ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ അടുത്തത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ടൈംസ് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നണം. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വികാരം മാത്രമല്ല, ഒരു ആറ്റിറ്റ്യൂഡ് കൂടെയാണ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരുമ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്കുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ മുമ്പേ പറഞ്ഞ ഫൊർഗീവ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് ട്രിഗർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓർമ്മ മുന്നേ കൂടെ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അന്നേരത്തെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനും. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ശകലം വെള്ളം എടുത്ത് കുടിക്കുകയാണ്, ആ വെള്ളം ഇവിടെ എത്തിക്കാനായിട്ട് എത്രയോ പേര് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പാണെങ്കിലും പിന്നെ അത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള സംഭവങ്ങൾ തന്നത്, കുപ്പിവെള്ളമാണെങ്കിൽ അതിവിടെ എത്തിക്കാനായിട്ട് അതിൻ്റെ പുറകിൽ എത്രയോ പേര് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേങ്കിൽ നമുക്ക് അവരോട് തോന്നിക്കുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓൾവേസ് യു ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ തോന്നി അത് തന്നെ തോന്നി. അപ്പോൾ ഈ നമുക്ക് എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മൾ കസേരയിലിരിക്കുകയാണെങ്കിൽ കസേര ഉണ്ടാക്കിയ ആളുണ്ട്, പിന്നെ അവിടുത്തെ AC പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ആളുണ്ട്, അതിന് വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രിസിറ്റി എത്തിച്ചതിൻ്റെ പുറകിൽ എത്രയോ പേര് വർക്ക് ചെയ്ത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ നോളജും ഞാൻ 100 കണക്കിന് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും 10,000 പുസ്തകങ്ങളിൽ നിന്ന് റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ളതും ഒക്കെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളവരോടെല്ലാം എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളൊരു ഹോട്ടലിൽ താമസിച്ചിട്ട് പുറത്തേക്ക് പോകണം പൂട്ടി ഇറങ്ങുവാണെങ്കിൽ അന്നേരം ആ ഹോട്ടൽ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ പിന്നെ ഇങ്ങനെയുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. നമുക്കിപ്പോൾ ഈ ഒരു ജോലി തരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഞാൻ ക്ലോസ് ആയിട്ട് സംസാരിച്ചപ്പോഴെല്ലാം ഈ എംപ്ലോയീസിന് പലപ്പോഴും ഈ ജോലി കൊടുക്കുന്ന ആൾ ഇപ്പോൾ കർശനമായിട്ട് പല കാര്യമൊക്കെ പറയുമല്ലോ, പക്ഷേ അവരോട് ഉള്ളിലൊരു ഗ്രഡ്ജുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ എംപ്ലോയീസിന് ഉള്ളിലൊരു സന്തോഷമുണ്ട്, ഭയങ്കര തിന്മയത്. നമുക്ക് ഈ മൈൻഡിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വരാനുള്ളത് കൂടെ നഷ്ടപ്പെടും. അവരെ പിന്നെ പലപ്പോഴും ജോലി കൊടുത്തിട്ടുള്ളവരെ ശത്രുവായിട്ട് കാണുക. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭവത്തിൻ്റെ പേരിൽ അവർ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കിട്ടിയ ജോലിയെ തള്ളി പറയുക, ഉപേക്ഷിക്കുക, എന്താ ഞാൻ നാളെ മുതൽ വരുന്നില്ല, ചെറിയൊരു കാരണം മതി. ആ സമയത്ത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആദ്യം ആ ജോലിയോട് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കിയ നമ്മൾ ആരൊക്കെ അതിൻ്റെ പുറകിൽ, നമുക്ക് ആ സ്കില്ല് തന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ എക്സ്ചേഞ്ച് ഓഫ് അവർ സ്കിൽ നമുക്ക് കിട്ടുന്ന പണം, അതിന് സാഹചര്യം ഒരുക്കി തന്ന എംപ്ലോയറോട്, ഇവരോടെല്ലാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഈ ഹോട്ടൽസിൻ്റെയൊക്കെ നിർമ്മിതിയെക്കുറിച്ച് ഒത്തിരി പഠിച്ചപ്പോഴാണ് കണ്ടത്. ഈ ഹോട്ടൽ ആക്ച്വലി അവിടെ വരുന്ന മൊത്തം പ്രൊസീഡ്സിൻ്റെ ഒരു 20% ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഉടമസ്ഥന്മാരുടെ കയ്യിലോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എംപ്ലോയീസും ടാക്സും എല്ലാമായിട്ട് അങ്ങ് പോകും. ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ്, ചെറിയ 20% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന്മാരിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഉടമസ്ഥനായിട്ടുള്ളവരുടെ കയ്യിലായിട്ടില്ല കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കഴിക്കുമ്പോഴത്തേക്കും അവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ദിവസം താമസിച്ചു 10,000 രൂപ കൊടുത്തു. നമ്മൾ ആ 10,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നു, 10,000 രൂപയോ. പക്ഷേ വേറൊരു കാര്യം, അതവിടെ വരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഹ്യൂജ് പിന്നെ ലോൺ എടുത്താൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ റിക്കവറി വരുന്നത്, ബാങ്കിൻ്റെ പുറകെ നടക്കേണ്ടത്, പൈസ ഒപ്പിച്ച് കൊടുക്കുന്നത്, ഇതൊക്കെ ഒരുപാട് പാടുപെട്ടിട്ടാണ്. അതിനിടയ്ക്ക് എംപ്ലോയീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും,
കോൺട്രാക്ടേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതെല്ലാം സംഭവിക്കാതെ നോക്കണം. ഫുഡിനെങ്ങാനും കണ്ണ് തിരിഞ്ഞ് ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി മാറും. ഓക്കെ, വെള്ളത്തിന് പോലും ക്വാളിറ്റി വേണം. അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലാണ്. എത്രയോ 100ലധികം ലൈസൻസസ് വേണം. ഇതെല്ലാം ചെയ്തിട്ടാണ് ഒരു ആന്ത്രപ്രണർ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അയാളോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല തോന്നുന്നുണ്ട്. അവർ ഫെസിലിറ്റീസ് എ ഗുഡ് പ്ലേസ് ടു ലീവ് ഫോർ, ഒരു വലിയ ഫ്ലാറ്റ് നമുക്ക് തന്നു. ഇതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാം നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ അവരുടെ കഴിവോ സർവീസോ അവരുടെ ബുദ്ധിയോ നമ്മളുടെ ജീവിതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം നമുക്ക് തോന്നേണ്ട വികാരം ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ നന്ദിയുള്ളവർക്ക് വീണ്ടും 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 വർദ്ധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ്. അപ്പോൾ നന്ദിയുള്ളവർക്ക് വീണ്ടും 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 വർദ്ധിച്ച് കിട്ടും. അപ്പോൾ എത്ര നന്ദി കൂടുന്നു അവർക്ക് വീണ്ടും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നന്ദി ഇല്ലാത്തവർക്ക് കൊടുത്തതും കൂടി തിരിച്ചെടുക്കപ്പെടും. ബൈബിൾ സെൻറ്റൻസാണ്. അതുപോലെ തന്നെ വേദങ്ങളിൽ പറയുന്നതും നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അത് വർദ്ധിച്ച് ഇങ്ങനെ കൂടുതൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ഒരു തുള്ളി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കുപ്പിയിൽ നിന്ന് ഒഴിക്കുന്ന പോലെ ആകുകയാണ്. അപ്പോഴെല്ലാം നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിക്കണം. പിന്നെ നദി ഒഴുകുന്ന പോലെ ആകും നമ്മളിലേക്കുള്ള വരവ്. സമ്പത്താണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്തും നമുക്ക് വരണം. സപ്പോർട്ടാണെങ്കിലും പബ്ലിസിറ്റി ആണെങ്കിലും. അപ്പോൾ പബ്ലിസിറ്റി നമ്മളെ ഇപ്പോൾ യൂട്യൂബിലൊരാൾ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിങ്ങനെ ഒരു പാടുപെട്ട് ഉണ്ടാക്കിയെന്നുള്ളതല്ല. നിങ്ങളെന്നെ അംഗീകരിച്ചല്ലോ, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നേണ്ടത് എന്താണ്? നമ്മളോട് കൂടി ചേർന്നല്ലോ, അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണമല്ലോ തോന്നുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പം നമ്മുടെ അതിനനുസരണമായി അത് നമ്മുടെ ബോഡിയിൽ, ഇല്ല പ്രത്യേകിച്ച് ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസിറ്റീവായിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇനി അപ്പോൾ ഈ ഖുർആനിലൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് തന്നുകൊണ്ടിരിക്കും. നന്ദിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷ തരുമെന്നാണ് പറയുന്നത്. അറബിയിൽ തന്നെ പറയുമ്പം ലൈൻ ഷക്കർത്തും ലാസീദ അന്നഹും. അപ്പം ഷക്കർത്ത് പറഞ്ഞാൽ അറിയാമല്ലോ, നന്ദി. അപ്പം നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം കൂടുതൽ വന്നുകൊണ്ടിരിക്കും. ഒരു ദിവ്യനായ ഒരു സെയിൻറ്റിൻ്റെ പിറന്നാൾ അപ്പോൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തെ നന്മ അറിയാവുന്ന എല്ലാവരും അദ്ദേഹത്തിന് ഓരോ സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തു. ചിലർ വെള്ളി കൊടുത്തു, ചിലർ സ്വർണം കൊടുത്തു, ഡയമണ്ട് കൊടുത്തു, ചിലർ പഴങ്ങൾ കൊടുത്തു, ചിലർ പലഹാരങ്ങൾ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വന്നതിന് ശേഷം അദ്ദേഹം സന്ദർശകരെ കാണാനായിട്ട് വന്നപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിനെ മൊത്തം ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം പ്രധാന ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം വന്നവർക്ക് വീതം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നവർക്കിങ്ങനെ വീതം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മെഡിറ്റേഷന് പോവുകയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും, എല്ലാവരും ഇത് വീതം വെച്ച് എടുക്കാൻ പറഞ്ഞു. ഈ പ്രധാന ശിഷ്യൻ ചോദിച്ചു, ഗുരു എങ്ങനെയാണ് ഇവർക്ക് വീതം വെക്കേണ്ടത്? ഏത് അനുപാതമാണ്? ദൈവം കൊടുക്കുന്ന പോലെ കൊടുക്കണോ അതോ മനുഷ്യർ കൊടുക്കുന്ന പോലെ കൊടുക്കണോ? അപ്പം ഗുരു അവിടെ പറഞ്ഞത് ദൈവം കൊടുക്കുന്ന പോലെ കൊടുത്തോളാൻ പറഞ്ഞു. ഇദ്ദേഹം അകത്തോട്ട് പോയി. അപ്പം പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു, ഭക്തരെല്ലാം ക്യൂ ആയിട്ട് നിൽക്കണം. അപ്പം തിരുനാളിനിവിടെ വന്നിട്ടുള്ളവർക്ക് നന്ദി, ഈ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാന ശിഷ്യനാണ് നിന്നിട്ട് ഓരോരുത്തർ പോകുന്നത്. ആദ്യം കണ്ട ആളിന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും തരത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. അടുത്ത ആളോട് പറഞ്ഞ് നിങ്ങൾ അർഹനല്ല, പൊക്കോളാം. മൂന്നാമത്തെ ആളില്ല, നിങ്ങൾക്കും തരത്തില്ല. നാലാമത്തെ ആൾ ഒരു ചെറിയ പഴം എടുത്തു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് വന്ന ആളിന് ഒരു സ്വീറ്റ് ഒരു സാധനം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് വന്ന ആളിന് 2 കോയിൻ എടുത്തു കൊടുത്തു. പിന്നെ വന്ന ആളിനെ വന്നപ്പോഴത്തേക്ക് ഇത് 2 കൈ കൊണ്ട് സ്വർണ്ണവും ഡയമണ്ടും കൂടെ വാരി ഇയാൾക്ക് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര നന്ദിയോടുകൂടി നോക്കിക്കൊണ്ട് 1000 നന്ദി പറഞ്ഞ് ഇത് വാങ്ങിച്ചത് ശാലം പോലും താഴെ പോകാതെ ഇയാളുടെ വസ്ത്രം കൂടെ ചേർത്ത് ഇത് വാങ്ങിച്ച് ഇയാൾ വളരെ നന്ദിയോടുകൂടി പോവുക. അപ്പോൾ തൊട്ട് പുറകെ വന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഡ്രസ്സെല്ലാം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് പോകും, നിങ്ങൾ ഇടുമ്പോഴത്തേക്കും താഴെ പോകാതെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സ്വർണത്തിൻ്റെ നാണയം എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ ഇയാളോട് കിടന്ന് അലമ്പുണ്ടാക്കി, എന്ത് പരിപാടി, അവർക്ക് നേരത്തെ വന്നവർക്ക് വന്ന ആൾ അത്രയും കൊടുത്തു, എനിക്കിതെന്തൊരു കോയിൻ മാത്രം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ കോയിനൊക്കെ എടുത്തു, തനിക്കൊന്നും തരുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഒത്തിരി നന്ദിയോടുകൂടി കൊണ്ടുപോയ ആളിൻ്റെ ഇതിലോട്ടിട്ടു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വന്നവർക്ക് ഈ പറഞ്ഞ പോലെ 1% ആൾക്കാർക്ക് കാര്യമായിട്ട് വല്ലതും കിട്ടിക്കാണും. അതും ഭയങ്കര ഏറ്റക്കുറച്ചിൽ വന്നിട്ടാണ്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇവന്മാർ കൊള്ളക്കാരാണ്, ഭയങ്കര തട്ടിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സ്വാമിജി വരുന്നത്. അപ്പോൾ സ്വാമിജി വന്ന് എന്താ എല്ലാവരും ഇങ്ങനെ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അതുപോലെ പറഞ്ഞു ഇവൻ തട്ടിപ്പാണ്, ഇവൻ കൊള്ളക്കാരനാണ്, അങ്ങ് ഏൽപ്പിച്ച സാധനം, അങ്ങനെ തിരുനാളിൽ വന്ന സാധനം ഭയങ്കര പക്ഷാഭേദം കാണിച്ചാണ് കൊടുത്തത്. അപ്പോൾ ഇവനോട് പറഞ്ഞു എന്താ നീ വന്ന് നീന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മൈക്കെടുത്ത് കൊടുത്ത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കൊടുത്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇയാൾ ഈ ഗുരുവിൻ്റെ പ്രധാന ശിഷ്യൻ പറഞ്ഞു ഞാനങ്ങനെ കൊടുക്കാനുള്ള കാര്യം അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞത് ദൈവം കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറഞ്ഞു. ദൈവം എങ്ങനെയാണ് മനുഷ്യർക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ട് അതേ ഒരു അനുവാദത്തിലാണ് ഞാനിവിടെ കൊടുത്തത്. ഒട്ടും മാറ്റം വന്നിട്ടില്ല. ദൈവം കൊടുക്കുന്നതിൻ്റെ അനുവാദം മനസ്സിലാക്കിയിട്ട് എക്സാക്ട്ലി ആയിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഇദ്ദേഹം കൊടുത്ത് നമുക്കൊരു അവിടെ നിന്നൊരു സ്റ്റോറി കിട്ടി. നമ്മുടെ സമൂഹത്തിൽ നമുക്കെങ്ങനെയാണ് കിട്ടുന്നത്? പലപ്പോഴും ചെറിയ ചെറിയ വീടുകളിലും കുടിലുകളിലും ഓല കെട്ടി താമസിക്കുന്നവർ, ഷീറ്റ് ഇട്ട് താമസിക്കുന്നവർ, സൈഡ് പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ച ആൾക്കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരുണ്ട്. അവരൊക്കെ നല്ല കാറ്റും ഇടവപ്പാതിയും വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിലുള്ള എല്ലാ സാധനവും പെറുക്കിക്കൊണ്ട് പോകും. കംപ്ലീറ്റ് മഴ ഇവർ നനയേണ്ടതായിട്ട് വരും, അടുത്ത സ്കൂളിലേക്ക് കയറാനായിട്ട് വരും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം താമസിക്കുന്ന വീട്ടിലെല്ലാം വെള്ളം കയറും, കഴുത്തിന് മുകളിൽ വെള്ളം കയറുന്ന രീതിയിലായിരിക്കും വലിയ മഴകൾ വരുമ്പോഴത്തേക്കും. വേറെ ചില ആൾക്കാർക്ക് കൊടുക്കുന്നത് അയാൾക്ക് കൊച്ചിയിലൊരു ഫ്ലാറ്റ്, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് വേറൊരു വില്ല, മുംബൈയിൽ വേറൊരു വില്ല, ബാംഗ്ലൂർ ഒരു വില്ല, ദുബൈയിൽ ഒരു ഫ്ലാറ്റ്, ഇങ്ങനെ ഉള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം. അതുപോലെ കാറ് ചിലർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കൊച്ചിയിൽ വീടുള്ള ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം BMW, അടുത്ത ദിവസം ബെൻസ്, അടുത്ത ദിവസം പോർഷെ, അടുത്ത ദിവസം മെഴ്സിഡീസ് ബെൻസ്, 5-6 കാറുകൾ കാണും. അപ്പോൾ എൻ്റെ ഒരു ശിഷ്യനാണെങ്കിൽ പണ്ട് സ്കൂട്ടർ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാൾ എല്ലാ കാറുകളും വാങ്ങിച്ചിട്ട് ഒരാൾ ഫുൾ ടൈം വെച്ചേക്കുവാണ് ഈ കാറുകളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട്. ഏത് കാറ് വേണമെങ്കിലും ഇഷ്ടമനുസരിച്ച് ദിവസം എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന റീസണുണ്ട്. അപ്പം എനിക്കത് കേട്ടപ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നി. അപ്പം കാരണം എനിക്ക് ഈ ഒരു സ്കൂട്ടർ കൊണ്ട് നടന്നതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നൊരു കമ്മ്യൂണിക്കേഷനാണ് ഈ കാറ് കാണുമ്പം വരുന്നത്. തന്നെയല്ല, കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം മെഴ്സിഡീസ് ബെൻസിലോ BMW പോകുമ്പം ഈ കാർ ആരും നോക്കുന്നൊന്നുമില്ല. പക്ഷേ കാറ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? യു ആർ സക്സസ്ഫുൾ, നിനക്ക് എന്നെ ഓൺ ചെയ്യാൻ പറ്റുമല്ലോ, യു കുഡ് ഓൺ മീ, യു ആർ സക്സസ്ഫുൾ എന്ന് കാറ് നമ്മളോടൊന്നൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് നമ്മളത് എടുക്കും. ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് എന്താണ് സെൽഫ് വാല്യൂ കൂട്ടിയിട്ട് നമുക്ക് ഒരുപാട് വളരാൻ കഴിയും. അല്ലാതെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും നമ്മൾ ലക്ഷറി കാറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ കാറുകൾ, ഇത്രയും കാറുകളുള്ള ആൾക്കാർ അപൂർവമായിട്ടുണ്ട്. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരുതി കാറായിരിക്കും ഉള്ളത്, അത് തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ കേടാവും. അതല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്കൂട്ടറായിരിക്കും ഉള്ളത്, ചിലപ്പോൾ അത് മോഷണം പോകും. വേറൊരാളെ സംബന്ധിച്ചിടത്തോളം സൈക്കിളായിരിക്കും ഉള്ളത്. ആ സൈക്കിൾ എവിടെയെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് മണി കളക്ട് ചെയ്യാനായിട്ട് പിരിവെടുക്കാനോ എല്ലാം പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സൈക്കിൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി. പലപ്പോഴും സൈക്കിളുകൾ മോഷണം പോകാറുണ്ട്. എന്തങ്ങനെ വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടാത്തത്? നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കിട്ടാത്തത്? ഇതിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റേഴ്സിനകത്ത് നിന്ന് ഞാൻ ചെയ്ത റിസർച്ചിലും കണ്ടിട്ടുള്ള അഭിപ്രായമാണ്, നന്ദി കൂടുതലുണ്ടോ, നിനക്ക് ഭയങ്കരമായ നന്ദിയുണ്ടോ, നന്ദിയുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. അപ്പോൾ എനിക്കും അതിപ്പം വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയത്, എനിക്ക് ട്രെയിനേഴ്സായിട്ട് തന്നെ 132 പേരുണ്ട്. അപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ക്ലാസ് ഇപ്പം 14 വർഷത്തിന് മുമ്പ് ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ഇറങ്ങിയ ആൾക്കാരും ചില ആൾക്കാർ ഇപ്പോഴും വളരെ കണക്റ്റഡാണ്. അപ്പോൾ അവരും ഞാനും അവരുമായിട്ട് ഒരു ഊർജ്ജത്തിൻ്റെ ഒരു കണക്ടിവിറ്റിയാണ്. എൻ്റെ ഗുരു ഡോക്ടർ ജിതേന്ദ്ര ആടിയായിട്ട് ഞാൻ വളരെ കണക്റ്റഡാണ്. അപ്പം പലപ്പോഴും ചില കാര്യങ്ങൾ ചോദിക്കുക, പുള്ളി ചില കാര്യങ്ങൾ വേണ്ടെന്ന് പറയും, ചിലത് ഈ വഴിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കും, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ച് ടെസ്റ്റൊക്കെ ഇട്ട് 10-12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിട്ടിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഒട്ടും കാണത്തില്ല. അപ്പോൾ അവർ കണക്റ്റഡേ ആയിരിക്കത്തില്ല. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നൊരു പെട്ടെന്ന് ഞാനുമായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആളുണ്ട്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനാൽ കണക്റ്റഡാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ലോകത്തിൻ്റെ അവിടെ പല ഭാഗങ്ങളിലുള്ള ഗുരുക്കന്മാരും എല്ലാമായിട്ട് ഞാൻ കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് അടുത്ത് പോലും ചെല്ലാൻ പറ്റത്തില്ലാത്ത കക്ഷികളാണെങ്കിൽ ചിലപ്പം അവരുടെ പ്രധാന സെക്രട്ടറിയോ അവരുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആകും. പിന്നെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യം ഏതെങ്കിലും സമയം ഉണ്ടാക്കി എന്നെ പരിചയപ്പെടുത്തും. അപ്പോൾ അത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന.
അപ്പോൾ ഈ രണ്ടാമത്തെ എലമെൻറ്റ് നമുക്കുണ്ടാകണമെങ്കിൽ കറക്റ്റ് നമ്മളെ മെഡിറ്റേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ, രോഗം കുറയത്തുള്ളൂ, പണം നമ്മളിലേക്ക് വരത്തുള്ളൂ, സകല സമൃദ്ധിയും ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമുക്ക് വർക്ക് ചെയ്യണ ദിവസം ഒരു 100 പ്രാവശ്യം, ഒരു മിനിമം ഒരു 100 പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അതുകൂടാതെ മൂന്നാമതായിട്ട് വരുന്നത് അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണലായിട്ടുള്ള ലവ്. അപ്പോൾ ഈ അൺകണ്ടീഷണലായിട്ടുള്ള ലവ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരെയും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ളവരെയും നമ്മളോട് നന്ദി കാണിക്കാത്ത ആൾക്കാരും ഇൻഗ്രാറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്ന ആൾക്കാരും ഇവരോടെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ അവരോട് ഫീൽ ചെയ്യുന്നത് സ്നേഹമാണ്. അപ്പോൾ ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയതിന് ശേഷം റോഡ ബേൺ എഴുതിയ വളരെ പ്രധാനപ്പെട്ട അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞ ബുക്കാണ്. ആ പവർ നമ്മളെടുത്ത് വായിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഇന്നതാ വേണ്ടത്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണ വി മസ്റ്റ് നോ വാട്ട് എക്സാക്ട്ലി വി വോണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വോണ്ട് വെക്കുന്നതിനോട് നമുക്ക് ശക്തമായ സ്നേഹം, പാഷൻ, അതാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്, അതിൽ പവർ കൊടുക്കുന്നത്. ഈ മുറിയിലെ എ സിക്കും ഫാനിനും ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന കമ്പ്യൂട്ടറിനും എല്ലാം പവർ വരുന്നത് ഈ കറണ്ടാണല്ലോ, ഇലക്ട്രിസിറ്റി ആണല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ അതിനോടുള്ള സ്നേഹമാണ് നമുക്ക് ശക്തി തരുന്നത്, ലവ് ആണ്. അപ്പം നമുക്ക് സാധാരണഗതിയിൽ 8 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലവ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കാം. അപ്പം എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത്, നിങ്ങളിൽ ഏത് ലവ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിലൊരു ലവ് ആണ് ഫിലോഷ്യ എന്ന് പറയുന്ന ആ ലവ് ആണ് അൺകണ്ടീഷണൽ ലവ്. എല്ലാത്തിനോടും, എല്ലാ കുഞ്ഞുങ്ങളോടും, എല്ലാ സംഭവങ്ങളും, ഏത് റോഡിലോടും, മരങ്ങളോടും, ചെടികളോടും, ജീവികളോടും, വാഹനങ്ങളോടും, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനോടും നമുക്ക് തോന്നുന്ന ഫീലിങ്, ദാറ്റ്സ് അബൌട്ട് ലവ്. അപ്പോൾ ഈ ലവ് മാത്രം നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ദുഃഖം പതിയെ പതിയെ ഇല്ലാതായി പോകും. അപ്പോൾ ജീസസിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോഴും ജീസസ് അന്നേരം വിളിച്ചു പറഞ്ഞത് ഇവർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല, അത് അറിവ് കുറവ് കൊണ്ടാണ്. അവർക്ക് നാളെ ദോഷമൊന്നും വരരുത്, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഇതായിരുന്നു ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ജീസസിൻ്റെ വാക്യങ്ങൾ ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജിൻ്റെ ശക്തിയാണ്, ലവ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഹുസൈൻ മൻസൂർ ഹലാജി, പ്രോഫറ്റിന് 2 നൂറ്റാണ്ടിന് ശേഷം അറേബ്യൻ ദേശത്ത് വന്ന ഒരു സെയിൻ്റായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് നടന്ന് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യും, പിന്നെ വീണ്ടും തിരിച്ച് നാട്ടിൽ വരും. അപ്പോൾ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ ആൾക്കാരെ ഹീൽ ചെയ്യുക, കണ്ണുപോയവർക്ക് കണ്ണു കൊടുക്കുക, കാല് നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് കാലിൻ്റെ സ്വാധീനം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേൾക്കാം. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് അത്ഭുതം കാണിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഈ മെയിൻ സ്ട്രീം ഇസ്ലാം, ഇന്നത്തെ സുന്നി മെയിൻ സ്ട്രീം ഇസ്ലാം ഇദ്ദേഹത്തിന് എഗനിസ്റ്റായി മറ്റൊരു അത്ഭുതങ്ങൾ കാണിക്കുന്ന മറ്റൊരു ആളാണോ, മറ്റൊരു പ്രോഫറ്റ് ആവുകയാണോ. ആദ്യകാലത്ത് എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന് ആരാധകരിങ്ങനെ കൂടി ഭയങ്കരമായ ഹ്യൂജ് ആരാധകർ, ജനലക്ഷങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നായി. അപ്പോൾ അന്നത്തെ ഇസ്ലാമിക് ഹാർഷായിട്ടുള്ള ലോയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ഈ ഹുസൈൻ മൻസൂർ ഹലാജീനെ ജയിലിലിട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹം മലമുകളിൽ ഈ ജയിലിൽ കിടന്ന കുറച്ച് പേരുമായിട്ട് പോയിരുന്ന അവർക്ക് ബോധോദയം കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും, നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ അടുത്ത് വീണ്ടും ഇദ്ദേഹത്തെ പിടിച്ചിട്ട് കഴിഞ്ഞാലും ഇദ്ദേഹത്തെ വീണ്ടും ഇതുപോലെ ഈ കുറച്ച് പേര് നിർദോഷികളായ ജയിലിൽ കിടക്കുന്നവരൊക്കെ ആയിട്ട് മോചിതരാകും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പല പ്രാവശ്യം ഇദ്ദേഹത്തെ പിടിച്ചിട്ടിട്ട് യാതൊരു നിവൃത്തിയില്ല. അപ്പം അവസാനം പണ്ഡിതന്മാർ ഇപ്പം ഇദ്ദേഹത്തിന് എതിരായിട്ടൊക്കെ തിരിയാൻ തുടങ്ങി. അതിനകത്ത് ഈ പല ആൾക്കാരും ഏഷ്ണിയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് കഥകൾ ഒരുപാടുണ്ട്. അവസാനം ഇദ്ദേഹത്തെ കൊന്നേക്കാനാണുള്ള തീരുമാനം, ഖലീഫയ്ക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കാലും കൈയൊക്കെ പിടിച്ച് കെട്ടി, മുകളിലിങ്ങനെ പിടിച്ച് കെട്ടി, താഴെ കാലിലൊക്കെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊന്നേക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗം മുറിച്ച് മാറ്റി ഹുസൈൻ മൻസൂർ ഹലാജിയെ വധിക്കുകയാണ്. അപ്പം കൈ ഇങ്ങനെ വെട്ടി മാറ്റുമ്പോൾ ഇദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്, നീ ഈ വെട്ടിമാറ്റിയതല്ലല്ലോ ഞാൻ, അതെന്തായാലും നാളെ പൊടിയായി പോകേണ്ട സംഭവമാണ്, മണ്ണായി പോകേണ്ട സംഭവമാണ്, അതല്ല ഞാൻ. അപ്പോൾ അടുത്ത വെട്ടിന് ഈ കാല് തൊടയുടെ അവിടെ വെച്ച് കാല് മുറിഞ്ഞു പോവുകയാണ്. അന്നേരം ഇതൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്, ആ വേദന എടുക്കുന്നതിന് പകരം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്,
സ്വർഗത്തിൽ ഞാൻ നടക്കാൻ പോകുന്ന കാല് നിങ്ങൾക്ക് വെട്ടിമാറ്റാൻ പറ്റുമല്ലോ, ഇത് ചെളിയായി പോകുന്നു, മണ്ണായി പോകുന്നു, നീ ഒരു വിഡ്ഢിയല്ലേ. അപ്പോൾ അടുത്ത ഇദ്ദേഹത്തിൻ്റെ കഴുത്താണ് വെട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്, ദൈവത്തിലേക്ക് എന്നെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്ന അടുപ്പിക്കുന്ന ഇവർക്കോ ഇവരുടെ സന്താനങ്ങൾക്കോ കുടുംബ പരമ്പരകൾക്കോ ഒരു ശാപവും ദോഷവും കൊടുക്കരുത്, അവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടി ഉരുണ്ടു പോകുന്നത്. അപ്പം ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മറ്റവരുണ്ടായിരുന്നത് ലവ് മാത്രമായിരുന്നു. ഇദ്ദേഹമാണ് ഈ ഹുസൈൻ മൻസൂറാണ് പറഞ്ഞത് അന്നൽ ഹക്ക് എന്ന് പറയുന്ന അറബി വചനം, ഈശ്വരൻ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് വരുന്നത്. നമ്മൾ അഹം ബ്രഹ്മാസ്മി അവർ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നുള്ളതിന് അറബിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അന്നൽ ഹക്ക് എന്ന്. അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത്. അപ്പോൾ അതും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് ആരാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ അദ്ദേഹം അവിടെ വലിയ ത്യാഗം സഹിച്ച ആളാണ്. വേണ്ടാന്ന് അപ്പോൾ എല്ലാം ത്യാഗം സഹിച്ച് നിങ്ങൾ വേണേൽ മുറിച്ചെടുത്തോ എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെയാണ് പിന്നെ ഭീഷ്മരുടെ കഥ. ഭീഷ്മരുടെ കഥയ്ക്കകത്ത് എന്താണ്, ഭീഷ്മരുടെ കഥ ശരിക്കൊരു സബ്ലിമേഷനാണ്. ഭീഷ്മരെല്ലാം ഭീഷ്മർ നേരെ നിന്നാൽ ഭീഷ്മരെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല, അർജുനനോ ഭീമനോ ഒന്നും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഭീഷ്മരെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ മാത്രമേ അവിടെ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഭീഷ്മരെ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് അപ്പോൾ എന്താ വഴിയെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ സന്ധ്യയായി കഴിഞ്ഞാൽ യുദ്ധമില്ല. അപ്പോൾ ഇവരെല്ലാം ഇരുന്ന് യുദ്ധം ചെയ്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തവർ പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കളിക്കുകയോ ചൂത് കളിക്കുകയോ ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ ഭീഷ്മരെ കാണാനായിട്ട് അർജുനന് ഭീമന് ഇവരെല്ലാവരും കൂടെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭീഷ്മർ അവരോട്, അപ്പോൾ ഭീഷ്മരെടുത്ത് ഒരു വന്നിക്കുന്നതിന് ഉദ്ദേശം ഭീഷ്മർക്ക് മനസ്സിലായി. അപ്പം യുദ്ധത്തിൽ ആര് ജയിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ധർമ്മം എവിടെ ഉണ്ടോ അവിടെ വിജയിക്കും. അപ്പോൾ ഇദ്ദേഹത്തോട് അപ്പോൾ ധർമ്മം മാത്രം മതിയോ, അല്ല നിങ്ങൾ കർമ്മം കൂടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിജയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത്. അപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് നിങ്ങൾ വിജയിക്കത്തില്ല, ഞാനിപ്പുറത്തുള്ളിടത്തോളം കാലം ഞാൻ സ്വച്ഛന്ത മൃത്യുവാണ്, ഞാൻ ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ, ആര് വിചാരിച്ചാലും എന്നെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ സ്വച്ഛന്ത മൃത്യുവാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് കേട്ടതിന് ശേഷം അർജുനൻ ചോദിച്ചു, വലിയച്ച അങ്ങേക്ക് എങ്ങനെയാണെങ്കിലും ഒരു മരണം ഉണ്ടല്ലോ, എന്നാണേലും ഒരു അവസരമുണ്ട്. അപ്പോൾ അതിപ്പോഴൊന്നും അല്ല, ഞാൻ നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് മദറിനെയൊക്കെ അപ്പോൾ അന്ന് ജീത്രവീരന് ഭാര്യയെ കിട്ടാതായി വന്നു കഴിയുമ്പോഴത്തേക്കും രാജവംശം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ 3 പെൺകുട്ടികളെ സ്വയംവര മണ്ഡലത്തിൽ നിന്ന് പിടിച്ച് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ ഏറ്റവും മൂത്തവൾ അമ്പ ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട്, രാജാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിടുതൽ വാങ്ങിച്ചു പോയി. പക്ഷേ അവളെ ഈ കസ്റ്റഡിയിലായിരുന്നതുകൊണ്ട് റിജക്റ്റ് ചെയ്ത് രാജാവ്. അവൾ വന്ന് ഞാൻ പുനർജനിച്ച് നിന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, തീയിൽ ചാടി മരിക്കുന്നുണ്ട്. അവൾ പുനർജന്മം എടുത്ത് വരും. അപ്പം അവളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവളോട് അധർമ്മം ചെയ്ത ആളാണ്, അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ പിന്നെ യുദ്ധം ചെയ്യത്തില്ല, വാള് താത്തു വെക്കും, അല്ല ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ താത്തു വെക്കും. അത് അവളെപ്പോഴും വരുന്ന ഒരു എന്താണ് ശിഖണ്ഡി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ശിഖണ്ഡിയുടെ മുന്നേ ഞാൻ യുദ്ധം ചെയ്യത്തില്ല, താത്തു വെക്കും. അപ്പോൾ ഇവർക്ക് ക്ലൂ കിട്ടി, ശിഖണ്ഡിയുടെ ഉള്ളിൽ ഇദ്ദേഹം യുദ്ധം ചെയ്ത് ശിഖണ്ഡിയാണ് വേണ്ടത്. അന്ന് രാത്രി തന്നെ ശിഖണ്ഡിയെ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം ശിഖണ്ഡീനെ മുന്നിൽ നിർത്തി അതിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നാണ് അർജുനൻ വരുന്നത്. അപ്പോൾ ശിഖണ്ഡിയാണെന്ന് കണ്ടെത്തിയപ്പം ട്രാൻസ്ജെൻഡറാണ് കണ്ടെത്തിയതോടുകൂടി ഇദ്ദേഹം എല്ലാ ആയുധങ്ങളും താത്തു വെക്കുക. കാരണം അദ്ദേഹം സറണ്ടർ ചെയ്യേണ്ട, കാരണം അധർമ്മം ചെയ്തതല്ലേ. അപ്പോൾ അവിടെ കീഴടങ്ങുകയാണ്. ആ സമയത്താണ് കീഴടങ്ങിക്കൊണ്ട് എല്ലാ ആയുധം താത്തു വെച്ച ഇദ്ദേഹത്തിൻ്റെ ലേക്കാണ് ഇത്രയും അസ്ത്രങ്ങൾ ഇത് അപ്പോൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്ന ഇദ്ദേഹത്തിന് കിടക്കാനായിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ശരശയ്യ കൊടുത്ത് അദ്ദേഹത്തെ കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു പ്രത്യേക ശുക്ലപക്ഷം ഒരു സംഭവം വരുമ്പോഴേ ഇദ്ദേഹം മരിക്കാൻ തയ്യാറാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും വന്ന് ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് ഇദ്ദേഹത്തിന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് രാത്രി ഇവർ ചെല്ലുമ്പോഴത്തേക്കും ഇദ്ദേഹം വീണതോടുകൂടി ഞങ്ങൾ യുദ്ധങ്ങളെല്ലാം നിർത്തുകയാണ്, മലവരി ധരിച്ച് കാട്ടി പോവുകയാണ്, മതി താങ്ങാനുള്ള ശക്തിയില്ല, കെൽപ്പില്ല എന്ന് ധർമ്മപുത്രരും അർജുനും എല്ലാം പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറയുകയാണ്, മക്കളെ നിങ്ങൾ ചെയ്തതാണ് ശരി, ഞാൻ നിങ്ങളോട് അന്ന് അങ്ങനെ പറഞ്ഞത് നിങ്ങളൊരു വാശിയും വീറും കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ശക്തമായി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ എൻ്റെ ധർമ്മം മറ്റവിടെ കൂടെ നിൽക്കണമായിരുന്നു. ഞാൻ അങ്ങനെ നിന്നു. അപ്പം ഞാനാണ് ഇതിനകത്ത് മോശം ചെയ്തത്. എൻ്റെ അപ്പന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ഭീഷ്മശപഥം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ചുമ്മാ ആവേശത്തോടു കൂടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആവേശം കാണിച്ചൊന്നും റീസണബിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ഇതിനകത്ത് മരണത്തിലേക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു ഭീഷ്മോപദേശം എങ്ങനെ വേണം രാജ്യം ഭരിക്കാനായിട്ട് രാജ്യതന്ത്രങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. അന്ന് വരെ ഇദ്ദേഹത്തിൻ്റെ അറിവ്, അപ്പോൾ ഈ വേദങ്ങളിലൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ അറിവ് സമ്പാദിച്ചിട്ട് അത് ആർക്കും കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടില്ല. ആ ഒരു അറിവ് നമ്മളിൽ മാത്രമായിട്ട് നശിക്കാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൽ വന്ന, അപ്പോൾ അതുകൊണ്ടാണ് ഒരു മകനുണ്ടാകണം, മക്കളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് മുഴുവനും കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താണ് ഈ രീതിയിൽ തലേ ദിവസം തന്ത്രം കാണിച്ച് സ്ട്രാറ്റജിക്കായിട്ട് വന്ന് ഇദ്ദേഹത്തെ കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം താഴെയിട്ട് അവരോട് പോലും ക്ഷമിക്കുകയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ശരിക്കും വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ 3 സാധനങ്ങൾ, ഈ അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വരണം. അതേപോലെ തന്നെ ഫൊർഗീവ്നെസ് ശക്തമായി ഒരു 100 പ്രാവശ്യമെങ്കിലും മിനിമം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പിന്നെയും പുറകോട്ട് പോയി എവിടെയെങ്കിലും ആരോടെങ്കിലും ചെറിയ പകയോ ദോഷമോ ചെറിയ മൈൻഡിൽ നമ്മൾ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്ത് അനലൈസ് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും പഴയ ഓർമ്മകളിലേക്ക് പോകരുത്. പഴയതൊന്നും മറക്കരുതെന്നൊക്കെ ആൾക്കറിയാം. മറക്കണം, പൂർണ്ണമായിട്ടും മറക്കണം. കാളിദാസൻ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് അവിടെ വെച്ച് കളയുന്നത് സിംബോളിക്ക് മെറ്റഫറിക്കായിട്ടാണ്. പഴയ സംഭവങ്ങളൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം തീർത്ത് കളയണം. പുതിയ ലൈഫിലേക്ക് റീബോൺ അനിയോ, നമ്മൾക്ക് അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഈ മെഡിറ്റേഷൻ്റെ പ്രധാനമായിട്ടും പിന്നെ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ശക്തമായ മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ 90 മെഡിറ്റേഷൻ, വിവിധങ്ങളായ 90 മെഡിറ്റേഷൻസും മൈൻഡ് പവറിൻ്റെ 90 ലെസൺസും അടങ്ങിയതാണ് ഈ മൈൻഡ് മാസ്റ്ററി 360 എന്ന് പറയുന്നത്. വളരെ അഡ്വാൻസ്ഡാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും അതെല്ലാം ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കേണ്ട, അതാ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ആ പർട്ടിക്കുലർ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനുള്ളതാണ്, പ്രോബ്ലങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. 90 വിവിധ കാര്യങ്ങളാണ്. അതിന് ചേരുന്ന ആ മെഡിറ്റേഷൻ കുറേ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതങ്ങ് കംപ്ലീറ്റ്ലി മാറിപ്പോകണം. പിന്നെ നിങ്ങൾ മെഡിറ്റേഷനിൽ മാസ്റ്റർ ആയതിന് ശേഷം വേണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നല്ല മൂഡൊക്കെ തോന്നുവാണെങ്കിൽ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിറ്റേഷൻസൊക്കെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ പഠിക്കാം. ഓർഗനൈസ് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടാകുമ്പോഴാണ് ഞാനിത് മുന്നോട്ട് വരുന്നത്. അതും നോക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. എന്തായാലും നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ കൂടി ഒരു വലിയ ചേഞ്ച് ലൈഫിലുണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.